JS സിദ്ധാർത്ഥന്റേത് ആത്മഹത്യയെന്ന് ഡോക്ടർ MR ശശീന്ദ്രനാഥ്. ഡീനിന്റെ സാന്നിധ്യത്തിൽ വിദ്യാർത്ഥികൾ വാതിൽ പൊളിച്ചാണ് സിദ്ധാർത്ഥന്റെ മുറിയിലേക്ക് കടന്നത്. കോളേജിൽ പ്രശ്നമുണ്ടെന്ന് ഇതുവരെ ഡീൻ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നും MR ശശീന്ദ്രനാഥ്. അതായത് ഈ മരണം സംഭവിച്ച ബാത്റൂമിൽ കെട്ടി തൂങ്ങിയതാണ്. ആ വാതിൽ തല്ലി പൊളിക്കുകയുണ്ടായത്. ദാറ്റ് മീൻസ് അത് സൂയിസൈഡാണ്, നോട്ട് മറ്റുള്ള ഭാഗത്തേക്ക് നമുക്ക് ചിന്തിക്കേണ്ടത്. അത് ഡീൻ്റെ സാന്നിധ്യത്തിൽ അവിടെയുള്ള കുട്ടികളും അവിടുത്തെ 1-2 അധ്യാപകർ അവിടെ ക്വാർട്ടേഴ്സിൽ താമസിക്കും. ഞായറാഴ്ചയായിരുന്നു ആണ് അത് ചെയ്തിട്ടുള്ളത്. തന്നോട് കാര്യങ്ങൾ അന്വേഷിക്കാതെയാണ് VC സ്ഥാനത്ത് നിന്നും സസ്പെൻഡ് ചെയ്തത് എന്ന് ഡോക്ടർ ശശീന്ദ്രനാഥ്. ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ചെയ്യേണ്ടത് ചെയ്യാത്തത് മൂലമാണ് തനിക്കെതിരെ നടപടിയുണ്ടായത് എന്നും ഡോക്ടർ ശശീന്ദ്രനാഥ് പറഞ്ഞു. വിവരങ്ങളുമായി സൂരജ് സജി ചേരുന്നു. സൂരജ്, ഈ ഡീനിനും അതുപോലെ തന്നെ അസിസ്റ്റന്റ് വാർഡനുമൊക്കെ എതിരെ നടപടിയെടുക്കാനുള്ള നീക്കങ്ങളിലേക്ക് കടക്കുന്നതിനിടയിൽ അവിചാരിതമായി സസ്പെൻഡ് ചെയ്യപ്പെട്ടു എന്നൊക്കെയാണ് VC പറയുന്നത്. എന്തൊക്കെയാണ് VCയുടെ പ്രതികരണം? വേണു, അത്തരത്തിൽ തന്നെയാണ്. ഇവർക്കെതിരെ നടപടിക്ക് വേണ്ട എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായിരിക്കുന്ന സമയത്താണ് ഈ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഓർഡർ വാട്സപ്പിൽ എത്തുന്നതും അതേ തുടർന്നാണ് താൻ ഇവിടെ നിന്ന്, അതായത് ഓഫീസിൽ ഉൾപ്പെടെ ഇറങ്ങി വീട്ടിലെത്തിയതും എന്നുള്ളതാണ് VC വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ തന്നെ അത് കൊലപാതകമാണ് എന്ന തരത്തിലെല്ലാം തന്നെ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. അതേസമയത്ത് ഇപ്പോൾ ഇദ്ദേഹം വ്യക്തമാക്കുന്നത് അത് കൃത്യമായും ആത്മഹത്യ തന്നെയാണ്. ഈ വാതിൽ തല്ലിപ്പൊളിച്ചാണ് അകത്തേക്ക് കയറുന്നത്. ആ സമയത്ത് ഡീനിന്റെ സാന്നിധ്യത്തിലും അതോടൊപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന അധ്യാപകരുടെ സാന്നിധ്യത്തിലുമാണ് ഈ വാതിൽ പൊളിച്ച കുട്ടികൾ അകത്ത് കയറുന്നത് എന്നുള്ളതാണ് ഇദ്ദേഹം വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ സസ്പെൻഷൻ നടപടികളിലേക്ക് ഗവർണർ പോയപ്പോൾ തന്നോട് വിശദീകരണം ചോദിക്കുക എന്നത് സാമാന്യ മര്യാദയാണ്. പക്ഷേ ആ സാമാന്യ മര്യാദ ഗവർണറുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. ഗവർണറുമായി ബന്ധപ്പെട്ടുകൊണ്ട് വെറ്റിനറി സർവകലാശാല നല്ല ബന്ധമായിരുന്നു പുലർത്തിയിരുന്നത്. സർക്കാരുമായി ഒരു ഏറ്റുമുട്ടലിൽ പോയ സമയത്ത് പോലും വെറ്റിനറി സർവകലാശാലയിൽ അത്തരത്തിലൊരു പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇത്തരം ഒരു അച്ചടക്ക നടപടിയിലേക്ക് പോയ സമയത്ത് അത് ചോദിക്കേണ്ടിയിരുന്നു, തന്നോട് വിശദീകരണം ചോദിക്കേണ്ടിയിരുന്നു. ആ വിശദീകരണം ചോദിക്കാത്തതിൽ വലിയ മനോവിഷമമുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. 4.5 വർഷക്കാലത്തോളം ഈ യൂണിവേഴ്സിറ്റിയുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയി. പക്ഷേ ഈ അവസാന 6 മാസം നിലനിൽക്കെ ഇത്തരത്തിൽ ഒരു വല്ലാത്ത ഘട്ടത്തിൽ ഇറങ്ങിപ്പോകേണ്ടി വന്നത് വലിയ മനോവിഷമം ഉണ്ടാക്കി എന്നുള്ളതും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ കുറ്റകൃത്യം ചെയ്തവർക്ക് കൃത്യമായ ക്രിമിനൽ മൈൻഡ് ഉള്ളവരാണെന്നും ഇദ്ദേഹം പറയുന്നു. SFI PFI ബന്ധം ഗവർണർ ഇന്ന് ഈ ചൂണ്ടിക്കാണിച്ചിരുന്നു. അതിനും അദ്ദേഹം കൃത്യമായ മറുപടി നൽകുന്നുണ്ട്. SFI PFI ബന്ധം എന്ന ഗവർണറുടെ ആരോപണം വളരെ ഗുരുതരമുള്ളതാണെന്നും ഗൗരവമുള്ളതാണെന്നും അതിൽ അന്വേഷണം വേണമെന്നും VC ആവശ്യപ്പെടുകയാണ്. ശരി, സൂരജ് സജിയാണ് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.